ആകാശഗോളങ്ങളെല്ലാം അനന്തമായി വാനിൽ രചിച്ച പിതാവേ, എന്നന്തരംഗവും എല്ലാം എന്നും അത് ഉദരത്തിൽ മെനഞ്ഞവൻ നീയല്ലാതില്ലെനിക്കാലംബമേ, നീയല്ലോ ജീവന്റെ ആധാരമേ, കരുണാമയനേ കനിയേണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ പ്രഭാതത്തിൽ ഇപ്രകാരം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിപ്പാൻ തക്കവണ്ണം ഈ മാധ്യമത്തിലൂടെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം ഈ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് നമുക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ വചനങ്ങൾ എന്നുള്ള ഭാഗമാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേയിരിൽ നിന്ന് ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്ക് വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവൻ്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. വോൾക്കൻ ഡി ഫ്യൂഗോ സ്പാനിഷ് ഭാഷയിൽ അഗ്നിപർവ്വതം എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് അത്. ഗോട്ടിമല സിറ്റിയിലെ 27 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ അഗ്നിപർവ്വതം 1524-ൽ 60-ലധികം തവണ പൊട്ടിത്തെറിച്ചു. 2012-ൽ ഒരു സ്ഫോടനം 33,000 പേരെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരായി. 2018-ൽ ജൂൺ 3-ന് വീണ്ടും അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. 100-ലധികം ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. 300 പേർക്ക് പരിക്കേൽക്കുകയുണ്ടായി. 1929-ന് ശേഷമുള്ള ഏറ്റവും മാരകമായിട്ടുള്ള പൊട്ടിത്തെറിയാണ് ഇത്. ഗ്രാമങ്ങൾ മുഴുവനും ചാരത്തിൽ മൂടപ്പെട്ടു. മിക്ക മരണങ്ങളും അടരുന്ന പാറക്കഷ്ണങ്ങളുടെ പ്രവാഹങ്ങൾ മൂലമായിരുന്നു. ഇവിടെ വേദപുസ്തകം പറയുന്നത് ആ സീനായി മലയിൽ കർത്താവായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് 10 കൽപ്പന നൽകുവാൻ തക്കവണ്ണം കടന്നു വന്നപ്പോൾ ആ വചനങ്ങളുടെ മൂല്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. ഇവിടെ സീനായി പർവ്വതത്തിന്റെ അടിത്തട്ടിൽ നിൽക്കുമ്പോൾ ഇസ്രായേലിയർ എന്തൊക്കെയാണ് അവരുടെ ഹൃദയങ്ങളിൽ തോന്നിയത് എന്ന് നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. വസ്ത്രങ്ങൾ കഴുകി കർത്താവിനെ കാണാൻ തയ്യാറെടുക്കാൻ മോശ ജനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു. മനുഷ്യനോ മൃഗമോ മരിക്കാതിരിക്കണമെങ്കിൽ മലയിൽ തുടരുത് എന്നത് ഉൾപ്പെടെയുള്ള കർശന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ട് വന്നു. ദൈവം തൻ്റെ ജനത്തെ കാണാനും അവരോട് തൻ്റെ വിശുദ്ധ നിയമമായ 10 കൽപ്പനകൾ അരുളി ചെയ്യുവാനും പോകുകയായിരുന്നു. അത് എത്ര വിശുദ്ധമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നിരിക്കും ഇസ്രായേൽ മക്കൾക്ക്. ദൈവത്തിൻ്റെ കൽപ്പനകളാണ്. അതവർ അനുസരിച്ച് നടന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം അവർക്ക് സാധ്യമായി തീർന്നു. ഇന്ന് ഈ അന്ത്യനാളുകളിലായിരിക്കുമ്പോൾ അനേകം പേരും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ അതിനൊരു വിലയും കൊടുക്കാതെ ഇന്ന് ആയിരിക്കുന്നു. ഇവിടെ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി
കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരം അരുളി. ഇവിടെ കർത്താവ് 10 കൽപ്പന പറയുന്നത് കേട്ട് ആളുകൾ മോശയോട് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ മോശയോട് ഇപ്രകാരം ഒരു അഭ്യർത്ഥന നടത്തി. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇപ്രകാരം സൂചിപ്പിക്കുന്നു: നീ ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. എന്നാൽ അവർ ദൈവത്തിന്റെ നിയമം കേൾക്കണമെന്ന് മോശയ്ക്ക് നിർബന്ധമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് മോശ പിടിച്ചത്? കാരണം ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അവരുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രാധാന്യമുണ്ടായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനം അനുസരിക്കുക എന്ന് പറയുന്ന വ്യക്തികള് പലപ്പോഴും ദൈവത്തിന്റെ കൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ഉള്ളൊരു ജീവിതമാണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ അന്ത്യനാളുകളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു, ന്യായവിധിയുടെ സമയത്ത് ദൈവം ന്യായം വിധിക്കുവാൻ തക്കവണ്ണം പോകുന്നത് ഈ ദൈവത്തിന്റെ കൽപ്പനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയതായിട്ട് കാണേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ തന്നെയാണ്. അത് വിശുദ്ധ വചനങ്ങളാണ്. അത് വിശുദ്ധമായിട്ട് കരുതിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് നീ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം സാധ്യമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന അടിയങ്ങളുടെ കർത്താവേ, അടിയങ്ങൾ ഇതാ ദൈവമേപ്പന്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. നല്ലൊരു പ്രഭാതം കർത്താവേ നീ ഇവിടെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്ന നാഥ. ദൈവമേ, അങ്ങ് നൽകിയ കൽപ്പനകള് അത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവമേ ഞങ്ങൾ ക്രമപ്പെടുത്തിക്കൊണ്ട് അതിന് പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ അനുസരിച്ചുകൊണ്ട് അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം നീ ഇവിടെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ദൈവമേ, ഈ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവര് ദൈവത്തിന്റെ കൽപ്പന എന്താണെന്ന് അന്വേഷിക്കുവാനും അത് ദൈവമേ അത് ക്രമീകരിക്കുവാനും അതിൻ പ്രകാരം അവരത് അന്വേഷിച്ചുകൊണ്ട് അവരുടെ ജീവിതങ്ങളിൽ ആ വിശുദ്ധ വചനങ്ങളെ കേട്ടുകൊണ്ട് അവരുടെ ജീവിതങ്ങളിൽ അനുസരിച്ചുകൊണ്ട് മുന്നേറുവാനും തക്കവണ്ണം നീ ഇവിടുന്നവരെ സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.